നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഈ ക്ലാസ്സോടുകൂടി ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പൂർത്തിയാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് പല പ്രയാസങ്ങളുമുണ്ട്. അപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് പേജുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും ഈ പറഞ്ഞ പുസ്തകത്തിനകത്തില്ല. ഈ പുസ്തകം വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകമാണ്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ സ്റ്റോക്കുണ്ട്. കുറച്ച് നാളും സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2026 ജൂലൈ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം വേണമെന്നുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഒരു കാരണവശാലും ഗൂഗിൾ പേ ചെയ്യരുത്. ഏതെങ്കിലും ഒരു നമ്പറിലോട്ടോ QR കോഡ് വഴിയോ ഗൂഗിൾ പേ ചെയ്യരുത്. ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ഉണ്ട്, QR.aastac@SIB. ഈ പറഞ്ഞ ID-യിലോട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. അതൊക്കെ ഇവിടെ വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്, അല്ലേ? നീതി ആയോഗിന് അധ്യക്ഷൻ മാത്രമല്ലല്ലോ, ഒരു ഉപാധ്യക്ഷനും ഉണ്ട്, അല്ലേ? ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. നമ്മൾ 2026 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ പഠിച്ച കാര്യമാണ്. നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ അശോക് ലാഹിരിയാണ്. ആരാണ്? അശോക് ലാഹിരി. നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് വരുന്നതാണ്. നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അനുരാഗ് ജെയിൻ ആണ്. അപ്പോൾ രണ്ട് പേരുകളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അശോക് ലാഹിരി എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ്. അതേസമയം അനുരാഗ് ജെയിൻ എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അല്ലെ? ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആ തസ്തിക വേറൊരു രീതിയിലാണ് അറിയപ്പെടുന്നത്, സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ അഥവാ CEO, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. 2026 ജൂലൈയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? പീയൂഷ് ഗോയലാണ്. ആരാണ്? പീയൂഷ് ഗോയൽ, അല്ലെ? ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതുപോലെ ഈ പേരിൽ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അദ്ദേഹം വേറെയാണ്, ഇദ്ദേഹം വേറെയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? പീയൂഷ് ഗോയലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പേര് പരിചയപ്പെടണം, അഭിജിത്ത് ദീപ് കെ. അഭിജിത്ത് ദീപ് കെ. ആരാണ് അഭിജിത്ത് ദീപ് കെ? നിങ്ങൾക്കറിയാം, CJP എന്ന് പറയുന്ന പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, അല്ലെ? സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിൻ്റെ സ്ഥാപകനാണ് ആര്? അഭിജിത്ത് ദീപ് കെ, അല്ലെ? അപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പേരാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് 2026 മെയ് 16-നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരുന്നു, അല്ലെ? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. ആര് രാജിവെച്ചു? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചു. ആരാണ് രാജിവെച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? അത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പോൾ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഒരാൾ നിയമിക്കപ്പെട്ടു. ആരാണ്? പ്രഹ്ലാദ് ജോഷി, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് പ്രഹ്ലാദ് ജോഷിയാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായങ്ങൾ കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചു. അതിൻ്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്ദൻ നീലേക്കനി. നന്ദൻ നീലേക്കനി അല്ലേ? അപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി രൂപം കൊടുത്ത ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ നന്ദൻ നീലേക്കനിയാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഫിഡെ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ഫിഡെ. ലോകത്തുള്ള കായിക സംഘടനകളിൽ ഏറ്റവും പഴക്കമുള്ള സംഘടനകളിൽ ഒന്നാണ് ഫിഡെ എന്ന് പറയുന്ന ചെസ്സിന്റെ സംഘടന. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 1924 ഫിഡെ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അത് രൂപീകരിക്കപ്പെടുന്നത് എവിടെയാണ്? പാരീസിലാണ് അല്ലെ? പക്ഷെ ഫിഡെയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിഡെയുടെ ആസ്ഥാനം ലോസൈൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ലോസൈൻ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ലോസൈനാണ് ഫിഡെയുടെ ആസ്ഥാനം. പക്ഷെ ഫിഡെ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പാരീസിലാണ് എന്നാണ് 1924. നമ്മൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. 1924 ജൂലൈ 20 ഫിഡെ സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പൊ എന്തിനാണ് ഫിഡെയുടെ കാര്യം പറഞ്ഞത്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിഡെയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഒരു ഇന്ത്യക്കാരൻ നിയമിക്കപ്പെട്ടു. ആരാണ് എന്ന് ചോദിച്ചാല് വിശ്വനാഥൻ ആനന്ദ് അല്ലെ? അപ്പൊ 2026 ജൂലൈയില് ഫിഡെയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട്, പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ചെസ് താരം ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ആദ്യം ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 2026 അന്താരാഷ്ട്ര ടൈപ്പ് 1 പ്രമേഹ ഉച്ചകോടിക്ക് വേദിയായ പട്ടണം. 2026 ടൈപ്പ് 1 അന്താരാഷ്ട്ര പ്രമേഹ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അത് ജോധ്പൂർ ആണ്. ഏതാണ്? ജോധ്പൂർ അല്ലെ? ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടൈപ്പ് 1 പ്രമേഹം നമുക്കറിയാം, അതിനെയാണ് നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹം, അതൊരു ജീവിതശൈലി രോഗമല്ല. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമല്ല. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് മുതിർന്നവരിൽ കാണുന്ന പ്രമേഹമാണ്. അത് ജീവിതശൈലി രോഗമായിട്ട് നമ്മൾ കണക്കാക്കും അല്ലെ? ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം. അതേസമയം ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹമാണ്. അതിന് നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് എന്ന് വിളിക്കും. അത് ജീവശാസ്ത്ര ഭാഗത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് വിശദീകരിച്ചതാണ്. അപ്പൊ എന്തായാലും 2026 അന്താരാഷ്ട്ര ടൈപ്പ് 1 പ്രമേഹ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള പട്ടണം ഏതാണ് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഒരു പട്ടണമാണ്. ഏതാണ്? ജോധ്പൂർ. രാജസ്ഥാനിലെ പട്ടണം ഏതാണ്? ജോധ്പൂർ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. നമ്മൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം അല്ലെ? അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂലൈ 29 അല്ലെ? അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. അതുപോലെ വേറൊരു കാര്യം കൂടി പഠിച്ചോണം, അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അന്താരാഷ്ട്ര ചീറ്റ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. അന്താരാഷ്ട്ര ചീറ്റ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഡിസംബർ 4. നമ്മുടെ രാജ്യത്ത് ചീറ്റകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്റ്റ് ചീറ്റ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ചോദ്യ സാധ്യതയുണ്ട്. ചീറ്റ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 4. അതേസമയം അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 എന്ന് ഓർക്കുക. അവിടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ കടുവകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 1973 ഏപ്രിൽ 1 ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പ്രോജക്റ്റ് ടൈഗർ. ആ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്.
നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി അഥവാ NTCA ആണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 4 വർഷം കൂടുമ്പോഴാണ് കടുവാ സെൻസസ് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. 2022 കടുവാ സെൻസസ് നടന്നു. ഇപ്പോൾ 2026 കടുവാ സെൻസസ് നടക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞത്, ജൂലൈ 29 എന്താണ്, അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിലോട്ട് വരാം. ദാൻവീർ എന്ന് പറയുന്ന പദ്ധതി. ദാൻവീർ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ദാൻവീർ. ശരിക്കും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രാമപഞ്ചായത്തുകളിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഗ്രാമപഞ്ചായത്തുകളിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ദാൻവീർ പദ്ധതി. ഈ അടുത്ത കാലത്ത് ഇത് കുറച്ച് വാർത്തയിൽ വന്നായിരുന്നു. അപ്പോൾ ദാൻവീർ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി, ഗ്രാമപഞ്ചായത്തുകളിലെ ഡിജിറ്റൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ദാൻവീർ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തുള്ള അതിർത്തി ഗ്രാമങ്ങളുടെ വികസനമാണ്. അതിർത്തി ഗ്രാമങ്ങളുടെ വികസനം എത്രത്തോളം ആവശ്യമാണ് എന്നൊക്കെ ഞാൻ വേറൊരു ക്ലാസ്സിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള അതിർത്തി ഗ്രാമങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അപ്പോൾ വൈബ്രന്റ് വില്ലേജ് എന്താണ്? അതിർത്തി ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യം വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതുപോലെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമാണ് ചുമോർ. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമാണ് ചുമോർ. എവിടെയാണ്? ലഡാക്കിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പദ്ധതിയിലോട്ടാണ് നമ്മൾ വരുന്നത്, ഗ്രാമോദയം എന്ന് പറയുന്ന പദ്ധതി. ഗ്രാമോദയം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഒരു ബാങ്കാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രത്യേകം രൂപീകരിച്ച ഒരു ബാങ്ക് ഉണ്ടല്ലോ, ഏതാണ്? നബാർഡ്. ആ നബാർഡിൻ്റെ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഗ്രാമോദയം പദ്ധതി. അപ്പോൾ ഈ ഗ്രാമോദയം പദ്ധതി കൊണ്ട് നബാർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ യുവതി യുവാക്കളിൽ സംരംഭകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഗ്രാമമേഖലകളിലുള്ള യുവതി യുവാക്കൾ സംരംഭകരായിട്ട് മാറുക, അവരെന്തെങ്കിലും ഈ പറഞ്ഞ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുക, അങ്ങനെ അവരെ സംരംഭകരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നബാർഡിൻ്റെ പദ്ധതിയാണ് ഏത്? ഗ്രാമോദയം പദ്ധതി, അല്ലേ? നബാർഡ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നബാർഡിന്റെ പൂർണ്ണ രൂപം എന്ത്? ഒന്ന് ആലോചിച്ചിട്ട് നോക്കിയിട്ട് പോവാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നബാർഡിന്റെ പൂർണ്ണ രൂപം. ഇനി നബാർഡ് രൂപീകരിക്കപ്പെട്ടതെന്ന് അതും ചോദ്യമാണ്. 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിച്ചത്, അല്ലെ? അപ്പോൾ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ട് രൂപീകരിച്ച ഇന്ത്യയിലെ സവിശേഷ ബാങ്കാണ് ഏത്? നബാർഡ്. രൂപീകരിച്ചത് 1982 ജൂലൈ 12. അതിന് കാരണമായത് ഒരു കമ്മിറ്റിയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ ഫലമായിട്ട് രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് ഏത്? ഗ്രാമവികസനത്തിനും കൃഷിക്കും വേണ്ടിയിട്ടുള്ള ബാങ്ക് നബാർഡ്. അപ്പോൾ നബാർഡിന്റെ എന്താണ് ഒരു പുതിയ പദ്ധതിയാണ് ഗ്രാമോദയം പദ്ധതി. അതായത് ഗ്രാമങ്ങളിലെ യുവതി യുവാക്കളിൽ സംരംഭകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രാമോദയം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കൗതുകമുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിൽ ഒരു റോഡുണ്ട്. ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. തെലങ്കാന. ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന.
അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട റോഡുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഈ അടുത്ത കാലത്താണ് ആ സംസ്ഥാനം ആ റോഡിന് അങ്ങനെ പേര് കൊടുത്തത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയിലാണ് എന്ന് പറയണം. തെലങ്കാന. ആ റോഡിന്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ് അവന്യൂ. ഡൊണാൾഡ് ട്രംപ് അവന്യൂ അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഡൊണാൾഡ് ട്രംപ് അവന്യൂ ഒരു റോഡിന്റെ പേരാണ്. അതെവിടെയാണ്? തെലങ്കാനയിലാണ്. ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധയൊക്കെ ആ സ്ഥലത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പൊടിക്കൈയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡൊണാൾഡ് ട്രംപ് അവന്യൂ എവിടെയാണ്? അത് തെലങ്കാനയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത പക്ഷി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുക, എങ്ങനെയുള്ള പക്ഷിയാണ്, ഏതിനത്തിൽപ്പെട്ടതാണ്, എവിടെ നിന്ന് വന്നു, എത്ര കാലങ്ങൾക്ക് ശേഷം വന്നു പോലുള്ള ഡാറ്റാസ് ഒക്കെ ഈ പറഞ്ഞു തരാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത പക്ഷി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലുള്ള ഒരു പക്ഷി സങ്കേതമാണ്. അത് താനെ ക്രീക്ക് പക്ഷി സങ്കേതം. താനെ ഒരു സ്ഥലത്തിന്റെ പേരാണ്, മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് താനെ ക്രീക്ക് ഫ്ലെമിംഗോ പക്ഷി സങ്കേതം അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത പക്ഷി സങ്കേതം മഹാരാഷ്ട്രയിലാണ്. ആ പക്ഷി സങ്കേതത്തിന്റെ പേരാണ് താനെ ക്രീക്ക് ഫ്ലെമിംഗോ പക്ഷി സങ്കേതം. ശരി, അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൽപാസർ പദ്ധതി. കൽപാസർ പദ്ധതി. കൽപാസർ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? തീരദേശ ശുദ്ധജല സംഭരണി. തീരദേശ ശുദ്ധജല സംഭരണി അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഈ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കൽപാസർ പദ്ധതി ഒരു അണക്കെട്ട് പോലത്തെ ഒരു പദ്ധതിയാണ്. കൽപാസർ പദ്ധതി എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പാട്ട് എന്ന് പറയുന്ന ഭാഗം, അതായത് ഈ പറഞ്ഞ തീരദേശ മേഖല, ഗൾഫ് ഓഫ് കമ്പാട്ട് എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗത്ത് കടൽ വെള്ളം കരയിലോട്ട് കയറി ഈ പറഞ്ഞ ജലാശയങ്ങളെ ഉപ്പുവെള്ളമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടയണ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ നീളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ പറഞ്ഞ ഒരു സംരംഭമാണ് കൽപാസർ പദ്ധതി. കൽപാസർ പദ്ധതി. അപ്പോൾ അതെവിടെയാണ്? ഗുജറാത്തിലാണ് എന്നുള്ളത് ഓർക്കുക. എവിടെ? ഗുജറാത്തിൽ. ഇനി അവിടെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം, കൽപാസർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന, അതായത് ആ പറഞ്ഞ നിർമ്മാണത്തിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നെതർലാൻഡാണ്. നെതർലാൻഡിന് വേറൊരു പേരുണ്ട്, ഹോളണ്ട്. ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലെ? അപ്പോൾ എപ്പോഴും വേണമെങ്കിലും കടൽ വെള്ളം ആ രാജ്യത്തോട്ട് വരാം. അപ്പൊ അത് തടുക്കാനുള്ള വിദ്യയൊക്കെ അവർ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കൽപാസർ പദ്ധതി. ആ കൽപാസർ പദ്ധതിക്ക് നമ്മൾ ആരുടെ സഹായം തേടിയത്? ഡച്ചുകാരുടെ, അതായത് നെതർലാൻഡുകാരുടെ സഹായം തേടിയത് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു സമുദ്രനിരപ്പിനും താഴെയുള്ള ഒരു രാജ്യമാണ് ഹോളണ്ട് എന്ന് പറഞ്ഞു. കേരളത്തിലെ സമുദ്രനിരപ്പിനും താഴെയുള്ള ഈ പറഞ്ഞ ഒരു പ്രദേശമാണ് ഏത്? കുട്ടനാട്. അതുകൊണ്ട് കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പൊ എന്തായാലും കൽപാസർ പദ്ധതി. കൽപാസർ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ടിലോട്ട് വരാം. നീതി ആയോഗ് 2026 പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുജറാത്ത്. അപ്പോൾ നീതി ആയോഗ് 2026 പ്രസിദ്ധീകരിച്ച നിക്ഷേപ സൗഹൃദ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ആ പറഞ്ഞ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം പറയേണ്ട 17ാമതാണ്. എത്രാമതാണ്? 17ാമതാണ്. അപ്പോൾ 2026 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നിക്ഷേപ സൗഹൃദ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കേരളത്തിന്റെ സ്ഥാനം 17ാമതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഉപഭോക്തൃ സംതൃപ്തി സൂചിക, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച
ഉപഭോക്തൃ സംതൃപ്തി സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് തിരഞ്ഞെടുത്തത് ഏത് വിമാനത്താവളത്തെയാണ് എന്നാണ് ചോദ്യം, അല്ലെ? അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉപഭോക്തൃ സംതൃപ്തി സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിമാനത്താവളം ഏതാണ് എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. ഖജുരാഹോ വിമാനത്താവളം. ഖജുരാഹോ വിമാനത്താവളം എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്, അല്ലെ? ഖജുരാഹോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമാണ് ഖജുരാഹോ, മധ്യപ്രദേശിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ എവിടെയാണ്? അപ്പോൾ ഒരു പ്രദേശം മുഴുക്കയും ടെലികോം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ടറികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതും മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ എവിടെ? ഗോളിയോർ, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉപഭോക്തൃ സംതൃപ്തി സൂചിക പ്രകാരം ഏറ്റവും മികച്ച വിമാനത്താവളം ഖജുരാഹോ വിമാനത്താവളം, അത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ നിലവിൽ വരുന്നതും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പക്ഷെ അത് ഗോളിയോറിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോണം. യുനെസ്കോ 2026 ലോക പൈതൃക പദവി നൽകിയ ഇന്ത്യയിലെ 45ാമത് കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? അത് സാരനാഥാണ്. സാരനാഥ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ യുനെസ്കോ 2026 ലോക പൈതൃക പദവി നൽകിയ ഇന്ത്യയിലെ 45ാമത് കേന്ദ്രം ഏതാണ്? സാരനാഥ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, അല്ലെ? അവിടെയാണ് ശ്രീബുദ്ധന്റെ ആദ്യത്തെ പ്രഭാഷണം നടന്നത്. ബുദ്ധന് ജ്ഞാനോദയം കിട്ടുന്നത് ബോധ് ഗയ, ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ചാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഒരു പ്രഭാഷണം നടത്തുന്നത് സാരനാഥിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ സ്ഥലത്താണ് പിന്നീട് മൗര്യ ചക്രവർത്തിയായിട്ടുള്ള അശോകൻ സാരനാഥ് സ്തംഭം സ്ഥാപിക്കുന്നത്. ആ സാരനാഥ് സ്തംഭത്തിലാണ് ഈ പറഞ്ഞ സിംഹമുദ്രയുള്ളത്. നമ്മളെ ലയൺ ക്യാപിറ്റൽ എന്ന് പറയും. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം കടം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നത് സാരനാഥ് സ്തംഭത്തിൽ നിന്നാണ്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് ഏതിനെ സ്വീകരിച്ചു? ഈ പറഞ്ഞ സിംഹമുദ്രയെ സ്വീകരിച്ചു. 1950 ജനുവരി 26 സാരനാഥിലെ സിംഹമുദ്രയെ നമ്മൾ എന്തായിട്ട് സ്വീകരിച്ചത്? ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. അത് സാരനാഥ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? യുനെസ്കോ ഇന്ത്യയിലെ 45ാമത് കേന്ദ്രം. എങ്ങനെയുള്ള കേന്ദ്രം? ലോക പൈതൃക പദവി നൽകിയ ഇന്ത്യയിലെ 45ാമത് കേന്ദ്രം ഏതാണ്? സാരനാഥ്, ഉത്തർപ്രദേശ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് പോലീസ് സേനയിൽ വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദുർഗാ സ്ക്വാഡ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിനെ സൃഷ്ടിച്ചത് ഏത് സംസ്ഥാനത്താണ്? ദുർഗാ സ്ക്വാഡ്, അല്ലെ? ദുർഗ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. അത് പശ്ചിമ ബംഗാളിലാണ്. എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. അപ്പോൾ പോലീസ് സേനയിൽ വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദുർഗാ സ്ക്വാഡ് എന്ന് പറയുന്ന വനിതാ പോലീസ് വിഭാഗത്തെ രൂപീകരിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മമതാ ബാനർജി അല്ല. ആരാണ്? സുവേന്ദു അധികാരിയാണ്. ആരാണ്? സുവേന്ദു അധികാരി. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്, അല്ലെ? എല്ലാ ചോദ്യവും നല്ലതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്? അല്ലാത്ത ഒരു ചോദ്യവും നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പറയത്തില്ല. ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്ലാസ്സിൽ പറയും. അല്ലാത്ത കാര്യങ്ങൾ എന്തിൽ ഉൾക്കൊള്ളിക്കും? നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കും. അപ്പോൾ ആ നോട്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് അത് കിട്ടും. അത് നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം? വായിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഇഷ്ടം പോലെ കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിനകത്തുള്ളത്. അതെല്ലാം പഠിച്ചു തീർക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കി വയ്ക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് 6 മാസത്തെ കോഴ്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 1 കൊല്ലത്തെ കോഴ്സിനോ പ്രത്യേകം ഒരിടത്തും പോയി ജോയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളിങ്ങനെ ഓരോ വിഷയത്തിനും പ്രത്യേകം കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദ്യോഗം കിട്ടൂല. കാരണം കോഴ്സ് തീരത്തില്ല. അതാണ് സംഭവം.
അപ്പം അതിന് പറ്റുന്ന വിധത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു നല്ലൊരു ചോദ്യത്തിലോട്ട് വരാം. കാട്ടു നെല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച ആസാമിലെ തണ്ണീർത്തടം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കാട്ടുനെല്ലുകളുടെ സംരക്ഷണം എന്നുള്ളതാണ് ഹൈലൈറ്റ്. കേന്ദ്ര ജൈവ വൈവിധ്യ അതോറിറ്റി കാട്ടുനെല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച ആസാമിലെ തണ്ണീർത്തടം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബോർജുലി തണ്ണീർത്തടം. ഏതാണ്? ബോർജുലി തണ്ണീർത്തടം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാട്ടുനെല്ലുകളുടെ സംരക്ഷണം ആ ലക്ഷ്യത്തോടു കൂടി ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ബോർജുലി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ് അല്ലെ. നമ്മുടെ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒറൈസ സറ്റൈവയാണ്. നിങ്ങൾക്കറിയാം, നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ അല്ലെ. ആ പറഞ്ഞ ഒറൈസ സറ്റൈവ എന്ന് പറയുന്ന നെല്ലിന്റെ പൂർവികനാണ് ഒറൈസ റൂഫിപോഗൺ. ഒറൈസ റൂഫിപോഗൺ. ഒറൈസ റൂഫിപോഗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാട്ട് നെല്ലിനമാണ്. ആ കാട്ട് നെല്ലിനമായിട്ടുള്ള ഒറൈസ റൂഫിപോഗണിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടാവുന്നത്? ഒറൈസ സറ്റൈവ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ആ പറഞ്ഞ പഴയ നെല്ലിനത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാട്ടു നെല്ലിനമാണ്. നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. ഏത് കാലാവസ്ഥയിലും വളരാനുള്ള മിടുക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇനങ്ങളെ സംരക്ഷിച്ച് നിർത്തിയാൽ ഭാവിയിൽ അതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട നെല്ലിനങ്ങളെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കാട്ടുനെല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബോർജുലി തണ്ണീർത്തടത്തെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതെവിടെയാണ്? ആസാമിലാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ വരുന്നത്, ഒരു പോയിന്റിലോട്ടാണ്. ദേശീയ ബഹുമതി അനാദരവ് തടയൽ ഭേദഗതി ബിൽ. ദേശീയ ബഹുമതി അനാദരവ് തടയൽ ഭേദഗതി ബിൽ. ഇത് പാർലമെന്റ് പാസ്സാക്കുന്നത് 2026 ജൂലൈ 30. ഈ ഭേദഗതി ബില്ലിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം, ആ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്നവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കാം. 3 വർഷം വരെ തടവ് ലഭിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിഴ ലഭിക്കാം, അല്ലെങ്കിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടി ഒന്നിച്ച് അനുഭവിക്കാം. അപ്പൊ അങ്ങനെ ശിക്ഷ പറയുന്ന ഒരു ബില്ല് പാർലമെന്റ് പാസ്സാക്കി. ആ പാർലമെന്റ് അത് പാസ്സാക്കിയത് ഏത് ദിവസമാണ്? 2026 ജൂലൈ 30. ആ ഭേദഗതി ബില്ലിന്റെ പേരെന്താണ്? ദേശീയ ബഹുമതി അനാദരവ് തടയൽ ഭേദഗതി ബിൽ. അപ്പൊ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതിന്റെ ഡിഗ്നിറ്റിയാണ്? വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതത്തിന്റെ ഡിഗ്നിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ ഏതെങ്കിലും വിധത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക്, അതിന്റെ ആലാപനം തടസ്സപ്പെടുത്തുന്നവർക്ക് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കും എന്ന് പറയുന്ന ഈ പറഞ്ഞ ബില്ലാണ്. അതാണ് ദേശീയ ബഹുമതി അനാദരവ് തടയൽ ഭേദഗതി ബിൽ. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. 2026 ജൂലൈ 30 ഈ ബില്ല് ആര് പാസ്സാക്കിയത്? പാർലമെന്റ് പാസ്സാക്കിയത്. അടുത്തൊരു ചോദ്യം, നല്ലൊരു ചോദ്യമാണ്. 2026 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് ആരാണ്? ലോകമാന്യ തിലക് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പുരസ്കാരമാണ്. 2026 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് ആരാണ്? നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അത് അജിത് ഡോവലാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലെ, ഇന്ത്യൻ ജെയിംസ് ബോണ്ട് ഒക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? അജിത് ഡോവൽ. അപ്പൊ 2026 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് അജിത് ഡോവലിനാണ് എന്ന് പറയണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജൂലൈ 11 മരണപ്പെട്ട വളരെ പ്രസിദ്ധയായിട്ടുള്ള ഇന്ത്യയിലെ പിന്നണി ഗായിക ആരാണ്? 2026 ജൂലൈ 11 മരണപ്പെട്ട ഇന്ത്യയിലെ വളരെ പ്രസിദ്ധയായിട്ടുള്ള പിന്നണി ഗായിക ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? എസ് ജാനകിയാണ്. എസ് ജാനകി മലയാളിയല്ല, തമിഴ്നാട്ടുകാരിയല്ല. എസ് ജാനകിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ അവരുടെ മാതൃഭാഷ ഏതാണ്? തെലുങ്കാണ്. എസ് ജാനകിയുടെ മാതൃഭാഷ
തെലങ്കാന എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ എസ് ജാനകി മരണപ്പെട്ടു 2026 ജൂലൈ 11. എസ് ജാനകിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണെങ്കിൽ ആ ഒരു രീതിയിൽ പ്രസ്താവനകൾ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നോട്ടിനകത്ത് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജൂലൈയിൽ ഇന്ത്യ സന്ദർശിച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? 2026 ജൂലൈയിൽ ഇന്ത്യ സന്ദർശിച്ച ജപ്പാൻ പ്രധാനമന്ത്രി നമുക്കത് അറിയാം, സനെ തകായിച്ചി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. 2026 ജൂലൈയിൽ അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം. അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമർ ആയിരുന്നു, നമുക്കറിയാം. പക്ഷെ അദ്ദേഹം രാജിവെച്ചു. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നിയമിതനായിട്ടുള്ളത്. ആരാണ് ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി? ആന്റണി ബേണമാണ്. ആരാണ്? ആന്റണി ബേണമാണ് ഇപ്പോൾ ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി. ലേബർ പാർട്ടിയുടെ നേതാവാണ്. ആന്റണി ബേണമാണ് ഇപ്പോഴത്തെ ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം, അതുകൂടി അവിടെ ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിലോട്ട് വരാം, പ്രധാനപ്പെട്ട പോയിന്റാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു രക്ഷാ ദൗത്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2026 ജൂണിൽ തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനസ്വലയിൽ ഭൂകമ്പം ഉണ്ടായി. അങ്ങനെ ഭൂകമ്പത്തിൽ കഷ്ടപ്പെടുന്ന വെനസ്വലയ്ക്ക് സഹായകമായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യം, ആ രക്ഷാ ദൗത്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ അമിസ്റ്റാഡ്. അപ്പോൾ ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന് പറയുന്നത് ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ രക്ഷാ ദൗത്യം, അതിൻ്റെ പേരാണ് ഏത്? ഓപ്പറേഷൻ അമിസ്റ്റാഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, അപ്പം അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഡ്യൂറൻഡ് കപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള, ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള, ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഡ്യൂറൻഡ് കപ്പ്. ഇപ്പോൾ ഡ്യൂറൻഡ് കപ്പ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോവാണ്. ഡ്യൂറൻഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫുട്ബോളാണ്. ഡ്യൂറൻഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ്. ഇപ്പോൾ ഡ്യൂറൻഡ് കപ്പ് നടക്കാനായിട്ട് പോവാണ്. 135ാമത്തെ ഡ്യൂറൻഡ് കപ്പ് മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പഴക്കം ആലോചിച്ച് നോക്ക്, എത്ര പഴക്കമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഡ്യൂറൻഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏഷ്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഏത്? ഡ്യൂറൻഡ് കപ്പ് അല്ലെ? അപ്പോൾ ഇതിപ്പോൾ 2026 ഈ പറഞ്ഞ മത്സരങ്ങൾ നടക്കും. മത്സരം ഒരു സ്ഥലത്തായിട്ടല്ല നടക്കുന്നത്. കൊൽക്കത്തയിൽ നടക്കും, റാഞ്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുവാഹത്തി, ഷില്ലോങ് എന്നിങ്ങനെ ഈ പറഞ്ഞ 5 നഗരങ്ങളിലായിട്ടാണ് ഈ പറഞ്ഞ ഇത്തവണ ഡ്യൂറൻഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരു വേദിയുടെ പേര് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡ്യൂറൻഡ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, വൈഭവ് സൂര്യവംശി അല്ലേ? പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റാണ്. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പറഞ്ഞില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. നിങ്ങളത് തീർച്ചയായിട്ടും ശരിയാക്കും. പക്ഷേ അത് അങ്ങനെ പറയാതിരുന്ന അതൊരു ക്ഷീണമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഉൾക്കൊള്ളിച്ചത്. നിങ്ങൾക്കറിയാം എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. അതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2020 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം, ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഏതാണ്? ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ലോർഡ്സ്, ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ക്രിക്കറ്റിലെ മെക്ക എന്നറിയപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോർഡ്സ് എന്ന് പറയുന്ന ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ആദ്യമായിട്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു. ആദ്യമായിട്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നു. ആരൊക്കെ തമ്മിലാണ് മത്സരിച്ചത്? ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലായിരുന്നു.
ആദ്യത്തെ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം എവിടെ നടക്കുന്നത്? ലോർഡ്സിൽ വച്ച് നടക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ മിടുക്ക് കാണിച്ചു, ടെസ്റ്റ് വിജയിച്ചു. അതിൽ ബൗളിങ്ങിൽ വളരെ നല്ല പ്രകടനം നടത്തിയ ഒരു വനിതയുണ്ട്, ക്രാന്തി ഗൗഡ്. ക്രാന്തി ഗൗഡ് ഇന്ത്യയുടെ ബൗളറാണ് ക്രാന്തി ഗൗഡ്. അപ്പോൾ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനകത്ത് അവിടെ ഓണേഴ്സ് ബോർഡുണ്ട്. ഓണേഴ്സ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്ന ആൾക്കാരുടെ പേര് ആദരസൂചകമായിട്ട് അവിടെ പ്രദർശിപ്പിക്കും. അപ്പോൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഓണേഴ്സ് ബോർഡിൽ പേര് വന്ന ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം, ആദ്യ ഇന്ത്യൻ എന്ന് പറയേണ്ട ആദ്യ വനിതാ ക്രിക്കറ്റ് താരം, അതായത് ഈ ടെസ്റ്റ് മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ആ പറഞ്ഞ വനിതയാണ്. ആരാണ്? ക്രാന്തി ഗൗഡാണ്. ക്രാന്തി ഗൗഡാണ്. ഇനി അവിടെ ഓർത്തോണം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറഞ്ഞ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതയുണ്ട്. ഈ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിത ആദ്യമായിട്ടാണ് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് മത്സരം, വനിതകളുടെ ടെസ്റ്റ് മത്സരം നടക്കുന്നത്. അവിടെ ആദ്യമായിട്ട് ഒരു വനിത സെഞ്ചുറി നേടുന്നു. ആ വനിത ഇന്ത്യൻ വനിതയാണ്. ആര് എന്നുള്ളത് നല്ലൊരു ചോദ്യമല്ലേ? യാസ്തിക ഭാട്ടിയ. യാസ്തിക ഭാട്ടിയ അല്ലെ? അപ്പോൾ ഇംഗ്ലണ്ടില് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? യാസ്തിക ഭാട്ടിയ, ഇന്ത്യ. മറ്റത് ക്രാന്തി ഗൗഡ്, അവരും എന്താണ്? ഇന്ത്യക്കാരിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് അതിൻ്റെ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ അമ്പയർ ആരാണ്? ICC ലോകകപ്പ് ഫൈനൽ, ICC ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ, ആ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ അമ്പയർ ആരാണ്? നല്ല ചോദ്യമാണ്. വൃന്ദ രതി അല്ലെങ്കിൽ വൃന്ദ റാട്ടി. അപ്പോൾ ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം, ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ അമ്പയർ ആരാണ്? വൃന്ദ രതിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2026 ICC 2020 വേൾഡ് കപ്പ് നടന്നായിരുന്നു. അതിൽ ഫൈനൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ കിരീടം നേടി. അപ്പൊ ആ മത്സരമാണ് ആര് നിയന്ത്രിച്ചത്? വൃന്ദ രതി നിയന്ത്രിച്ചത്. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. 2026 ICC 2020 വേൾഡ് കപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ഫൈനൽ ആരെയാണ് തോൽപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. 2026 ജപ്പാൻ ബാഡ്മിന്റൺ ഓപ്പൺ ബാഡ്മിന്റൺ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ്. 2026 ജപ്പാൻ ബാഡ്മിന്റൺ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരിയായി. ആരാണ്? അത് PV സിന്ധു ആണ്. അപ്പൊ 2026 ജപ്പാൻ ബാഡ്മിന്റൺ വനിതാ ഓപ്പൺ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ PV സിന്ധു ആണ്. ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരി ഒരാൾ ഏത് ടൂർണമെന്റ് ജയിക്കുന്നത്? ജപ്പാൻ ബാഡ്മിന്റൺ ഓപ്പൺ ജയിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ആരാണ്? PV സിന്ധു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലോകത്ത് ആദ്യമായിട്ട് കൃത്രിമ സൂര്യനെ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പഠിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് കൃത്രിമ സൂര്യന്റെ പേരും നമ്മൾ പഠിച്ചതാണ്. ഈസ്റ്റ് എന്ന പേരിലുള്ള കൃത്രിമ സൂര്യനെ നിർമ്മിക്കുന്ന രാജ്യമാണ് ഏത്? ചൈന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന തത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് എന്ന് പറയുന്ന കൃത്രിമ സൂര്യനെ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന. 2030 ഈ പറഞ്ഞ സൂര്യനെ ജ്വലിപ്പിക്കാം എന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. അത് വാർത്തയായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഈസ്റ്റ് എന്ന് പറയുന്ന കൃത്രിമ സൂര്യൻ, അതിനകത്തുള്ള തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. അത് ഏത് രാജ്യം? ചൈന. ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളുമായി മാത്രം ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണണം. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം.
അപ്പോൾ അതിനകത്ത് അന്ന് പറയാൻ പറ്റാത്ത കാര്യം, കാരണം ഞാൻ അത് പറയുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ആ പറഞ്ഞ വിവരം വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗോൾ, ആ ഗോളിനുള്ള പുരസ്കാരം നേടിയത് ഒരു കേപ്പ് വെർദ എന്ന് പറയുന്ന രാജ്യത്തിലെ താരമാണ്. കേപ്പ് വെർദ. ആ ഗോള് നിങ്ങൾക്ക് അറിയാം, ഫുട്ബോൾ അറിയാവുന്നവരാണെങ്കിൽ ആ ഗോള് നിങ്ങൾക്ക് അറിയാം. കേപ്പ് വെർദെ താരം അർജന്റീനയ്ക്കെതിരെ നേടിയ ഗോളാണ്, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ആ കേപ്പ് വെർദെ താരം ആരാണ്? 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ എന്ന ഈ പറഞ്ഞ വിശേഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന കിട്ടിയ ഗോൾ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ സിഡ്നി ലോപ്പസ് കബ്രാൾ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് 2026 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ് അല്ലെ. 2026 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്, ടെന്നീസുമായി ബന്ധപ്പെട്ട് 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണുള്ളത്. നിങ്ങൾക്കറിയാം, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണുള്ളത്. അതിൽ പുൽക്കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഏത്? വിംബിൾഡൺ അല്ലെ. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ പുൽക്കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് വിംബിൾഡൺ. അതുപോലെ ക്ലേ കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഫ്രഞ്ച് ഓപ്പൺ. ഇനി അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ അതുപോലെ തന്നെ US ഓപ്പൺ. ആ മത്സരങ്ങൾ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ് എന്ന് നമ്മൾ പറയും. എവിടെയാണ്? ഹാർഡ് കോർട്ടിലാണ് ഏത് നടക്കുന്നത്? ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നടക്കുന്നത് അല്ലേ. ശരി, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വരുന്നത്. 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഇറ്റലിക്കാരനാണ്, യാനിക് സിന്നർ. ആരാണ്? യാനിക് സിന്നർ ആണ് 2026 പുരുഷ സിംഗിൾസ് കിരീടം, വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. പുരുഷ സിംഗിൾസ് കിരീടം പോലെ തന്നെ വനിതാ സിംഗിൾസ് കിരീടമുണ്ട്. 2026 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ലിൻഡ നോസ്കോവ എന്ന് പറയുന്ന വനിതയാണ്. ലിൻഡ നോസ്കോവ ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് ലിൻഡ നോസ്കോവ. അപ്പോൾ പുരുഷ സിംഗിൾസ് നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. അതേസമയം വനിതാ സിംഗിൾസ്, വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ലിൻഡ നോസ്കോവയാണ്, ചെക്ക് റിപ്പബ്ലിക്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. അവിടെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വിംബിൾഡൺ സിംഗിൾസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന താരം എന്നുള്ള ബഹുമതി ഈ ടൂർണമെന്റിൽ ഒരാൾക്ക് കിട്ടി. ആർക്കാണ്? നൊവാക് ദ്യോക്കോവിച്ചിനാണ്, സെർബിയക്കാരൻ ടെന്നീസ് താരം. അപ്പോൾ വിംബിൾഡണിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് മത്സരങ്ങൾ ജയിച്ചതിൻ്റെ ബഹുമതി ആരുടെ പേരിലാണ്? അത് നൊവാക് ദ്യോക്കോവിച്ചിന്റെ പേരിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 2026 ജൂലൈയിൽ അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ആരാണ്? 2026 ജൂലൈയിൽ അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ആര് എന്ന് ചോദിച്ചാൽ അത് ഗാരി സോബേഴ്സ് ആണ്. ആരാണ്? ഗാരി സോബേഴ്സ് ആണ്. ഉഴപ്പരുത്, അത് ശ്രദ്ധിച്ച് പഠിക്കണം, ആ പേര് ഓർത്തു വയ്ക്കണം. ക്രിക്കറ്റിനെ അറിയാവുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാം. പ്രത്യേകിച്ചും കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകം അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അയാളെ അറിയത്തില്ലായിരിക്കും, പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആദരിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് വെസ്റ്റ് ഇൻഡീസുകാരനാര്? ഗാരി സോബേഴ്സ്. അല്ലെങ്കിൽ ഈ ഗാരി സോബേഴ്സ് ഏത് രാജ്യക്കാരനെന്ന് ചോദിക്കും, വെസ്റ്റ് ഇൻഡീസാണ്. അപ്പോൾ 2026 ജൂലൈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നോട്ടിനകത്ത് ഉൾപ്പെടുത്താം. ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് ഒരു എഫർട്ടുണ്ട്, അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അത് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.